ടു സൈലന്റ് ലേണിംഗ്. മക്കളെ എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മള് പുതിയൊരു കാര്യത്തിനെ കുറിച്ച് പഠിക്കാൻ പോവാട്ടോ. അപ്പൊ ഏത് ചാപ്റ്റർ ആണ്, എന്തൊക്കെ സംഭവമാണ് എന്റെ മക്കൾക്ക് ഇപ്പോഴേ ഓൾറെഡി മേ ബി മനസ്സിലായിട്ടുണ്ടാവല്ലേ തംബ്നെയില് കണ്ടപ്പം. അപ്പൊ എങ്ങനെയാ, നമുക്ക് തുടങ്ങാല്ലേ? അപ്പടാ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ മധ്യകാല യൂറോപ്പിലെ വിജ്ഞാനത്തെ കുറിച്ചിട്ടും കലയെ കുറിച്ചുമാണ്. നോളജ് ആൻഡ് ആർട്ട് ഇൻ മിഡീവൽ യൂറോപ്പ്. മിഡീവൽ യൂറോപ്പിലെ നോളജും ആർട്ടും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം തന്നെ എന്താണ്, ഒരു പെയിന്റിംഗ് ഒക്കെ, ഒരു പിക്ചർ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. പ്രിപ്പയറിംഗ് മാനുസ്ക്രിപ്റ്റ് എന്നാണ് അതിന്റെ താഴെ എഴുതിയിട്ടുള്ളത്. അപ്പൊ എന്താ സംഭവം നമുക്ക് നോക്കിയാലോ. ഇവിടെ ശ്രദ്ധിച്ചേടാ, ഇൻ മിഡീവൽ യൂറോപ്പ്, എവിടെയാ പറയുന്നത്? മിഡീവൽ യൂറോപ്പില് നോളജ് ആർട്ട് അറ്റൈൻഡ് റിമാർക്കബിൾ പ്രോഗ്രസ്. നോളജിനും ആർട്ടിനും ഒക്കെ എന്തായിരുന്നു, വളരെയധികം പുരോഗതി ഉണ്ടായിരുന്നു, പ്രോഗ്രസ് ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു? വിജ്ഞാനത്തിനും കലക്കും. അതേപോലെ എന്തായിരുന്നു, ചേർച്ചസും ചേർച്ചസും അതേപോലെ തന്നെ മോൺസ്ട്രീസും ഒക്കെ എന്തിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്ത്? അതൊക്കെ എഡ്യൂക്കേഷന്റെ സെന്റർ ആയിരുന്നു എന്നാ പറയുന്നത്. എഡ്യൂക്കേഷന്റെ പ്രധാനപ്പെട്ട സെന്റർ ആയിരുന്നു. അതേപോലെ എന്തായിരുന്നു, എല്ലാം നമ്മുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാം നമ്മുടെ മോൺസ്ട്രേറ്റ്സിന്റെയും അടുത്ത് എന്ത് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത്? നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ കേന്ദ്രം, നമ്മുടെ സന്യാസി മഠങ്ങളോടനുബന്ധിച്ചൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ലൈബ്രറികൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് മക്കളെ, അച്ചടി സമ്പ്രദായം ഇല്ലാതിരുന്ന കാലത്ത് പല പുസ്തകങ്ങളുടെയും കയ്യെഴുത്തു പ്രതികളൊക്കെ ഉണ്ടാക്കിയിട്ട് സന്യാസി മഠങ്ങളിൽ എന്ത് ചെയ്തിരുന്നു? അവർ സൂക്ഷിക്കുകയും അവിടെ വരുന്ന പല ആളുകളും എന്തായിരുന്നു, ഇതൊക്കെ വായിച്ചിട്ടായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇതേ കാലഘട്ടത്തിൽ മധ്യകാല യൂറോപ്പിൽ ഒരുപാട് സർവകലാശാലകൾ എന്തു ചെയ്തിരുന്നു? യൂണിവേഴ്സിറ്റീസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് എവിടേക്കാണ് നമുക്ക് നോക്കിയാലോ. ഇറ്റലിയിലെ പാദുവ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റീസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. സ്പെയിനില് പാർമ, അതേപോലെ തന്നെ കൊർദോവ എന്ന് പറയുന്ന 2 യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു. ഫ്രാൻസിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു പാരീസും ടുലൂസും. ദെൻ ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ് ആണ് ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ്. അപ്പൊ ഇതൊക്കെ എന്തായിരുന്നു, മധ്യകാല യൂറോപ്പിൽ അവർ കൂടുതൽ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് മക്കളെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു അല്ലെ. എന്തിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? എഡ്യൂക്കേഷൻ ആയിരുന്നു കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതുകൊണ്ടായിരുന്നു ഇത്രയും സർവകലാശാലകൾ എല്ലായിടത്തും ആയിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ അല്ലേടാ? ഇനി ഇവിടെ നോക്കിക്കേടാ, അടുത്ത് നമ്മൾ എന്താ പറയുന്നത്? ആർക്കിടെക്ചർ ആയിട്ടും അവർക്ക് എന്താ, വളരെ വാസ്തുവിദ്യാ രംഗത്തും ഇവർക്ക് വളരെയധികം നോളജ് ഉള്ള ആളുകളായിരുന്നു. എക്സ്പെഷ്യലി നമ്മുടെ ക്രിസ്ത്യൻ പള്ളികളൊക്കെ അക്കാലത്തെ ഒരുപാട് വാസ്തുവിദ്യാ രംഗത്ത് എത്രത്തോളം അവർക്ക് നോളജ് ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ രീതിയായിരുന്നു. അവരുടെ കമാനങ്ങൾ നോക്കുകയാണെങ്കിലും നമ്മുടെ മുറികൾ നോക്കുകയാണെങ്കിലും ഒക്കെ എന്താ, വളരെയധികം വലിയ വലിയ മുറികൾ മാത്രമല്ല, വളരെയധികം നല്ല ഭംഗിയിൽ അത് കൊത്തിവെച്ചായിരുന്നു. ഇവിടെ മക്കളെ ഒരു ഗോത്തിക് ശൈലിയിലും അതേപോലെ റോമൻസ് ശൈലിയിലുമുള്ള പള്ളികൾ എന്റെ മക്കൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഇതൊക്കെ എന്താണ്, അവർക്ക് എത്രത്തോളം ഇതിലൊരു അറിവുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന കുറച്ച് പള്ളികളുടെ പിക്ചറാണ് ഇവിടെ കൊടുത്തത്. ഇനി ഇവിടെ നോക്കിക്കേ, 12ാം നൂറ്റാണ്ടോടെ ഗോത്തിക് എന്നറിയപ്പെടുന്ന ഒരു പുതിയ നിർമ്മാണ ശൈലി എന്താ നിലവിൽ വരികയും പിന്നീട് എന്താണ്, കൂർത്ത ഗോപുരങ്ങൾ ഈ ശൈലിയുടെ സവിശേഷതയാണ്. കൂർത്ത ഗോപുരങ്ങളൊക്കെ എന്താണ്, ഇത്തരത്തിലുള്ള ഒരു രീതിയുടെ, അതായത് ഗോത്തിക് എന്നറിയപ്പെടുന്ന ആ ഒരു നിർമ്മാണ രീതിയുടെ ഒരു സവിശേഷതയാണ്. ഗോപുരങ്ങൾ എന്തായിട്ടുണ്ടായിരിക്കും, ഒരു കൂർത്ത രീതിയിലുള്ള, മുകളിൽ നമുക്ക് ഇവിടെ ഒരു പിക്ചറിൽ തന്നെ കാണാം, മുകളിൽ ഇങ്ങനെ കൂർത്ത രീതിയിൽ കാണുന്നില്ലേ. ഇതൊക്കെ എന്താണ്, അക്കാലത്തെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകളായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ മക്കൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിത് പറഞ്ഞത് ആരെ കുറിച്ചിട്ടായിരുന്നു? നമ്മുടെ മധ്യകാല യൂറോപ്പിലെ എന്തിനെ കുറിച്ചിട്ടാ? ശ്രദ്ധിച്ചേ, എന്തിനെ കുറിച്ചായിരുന്നു മക്കളെ നമ്മൾ പറഞ്ഞത്? വിജ്ഞാനത്തെ കുറിച്ചും നോളജിനെ കുറിച്ചിട്ടും ആർട്ടിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലെന്തൊക്കെ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇവർക്ക് വളരെയധികം നോളജ് പരമായിട്ടും ആർട്ട് പരമായിട്ടും നല്ല പ്രോഗ്രസും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് വളർന്നു വന്നിരുന്നു. എഡ്യൂക്കേഷന്റെ മെയിൻ സെന്റേഴ്സ് എന്ന് പറയുന്നത് ഏതായിരുന്നു?
പള്ളികളായിരുന്നു, അതേപോലെ സന്യാസി മഠങ്ങളും ഉണ്ടായിരുന്നു. സന്യാസി മഠങ്ങളോട് ചേർന്നിട്ട് ലൈബ്രറികൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വരുന്ന ആളുകളൊക്കെ എന്തായിരുന്നു, പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ആ കാലഘട്ടത്തിൽ അച്ചടി യന്ത്രം ഒന്നും ഇല്ലായിരുന്നു, അച്ചടി സമ്പ്രദായം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തിരുന്നു, പല പുസ്തകങ്ങളുടെയും കയ്യെഴുത്ത് പ്രതികളൊക്കെ എന്താണ് അവരെഴുതി വെച്ച് സൂക്ഷിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് എവിടെ ലൈബ്രറിയിൽ കാണാൻ സാധിക്കായിരുന്നു. എത്രത്തോളം അവർക്ക് നോളജും അറിവും ഉണ്ടെന്ന് തെളിയിക്കുന്ന ഉത്തമ ഉദാഹരണങ്ങളാണ് നമ്മുടെ ഇറ്റലിയിലും സ്പെയിനിലും ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും ഒക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സർവകലാശാലകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവരുടെ നിർമ്മാണ രീതി, ആർട്ട് പരമായി ഇവരെ നമ്മൾ നോക്കുകയാണെങ്കിലും ഇവരെന്താ വളരെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യൻ പള്ളികളൊക്കെ അക്കാലത്ത് എത്രത്തോളം ഇവർക്ക് വാസ്തുവിദ്യാ രംഗത്ത് നോളജ് ഉണ്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു. എക്സ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ 2 പ്രധാനപ്പെട്ട രീതികളായിരുന്നു, നിർമ്മാണ രീതികളായിരുന്നു. ഒന്ന് റോമൻസ് ശൈലിയും രണ്ടാമത് എന്താ ഗോത്തിക് ശൈലിയും. ഗോത്തിക് ശൈലി പറഞ്ഞാല് ഒരു പുതിയൊരു നിർമ്മാണ രീതിയായിരുന്നു. അത് ഗോപുരങ്ങൾ ഇങ്ങനെ കൂർത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു രീതിയായിരുന്നു കേട്ടോ. അപ്പൊ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത വീഡിയോയിൽ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് അക്കാഡമിക്സ് എത്രയും പെട്ടെന്ന് വരുന്ന കേട്ടോ. അപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊ ബൈ ബൈ. സോ ദാറ്റ്സ് ഓൾ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.